ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന റെസിപ്പി നടുവേദനക്കും ശരീര സൗന്ദര്യവും യുവത്വവും നിലനിർത്തുന്ന കർക്കിടക ഉലുവാലേഹ്യം. 600 ഗ്രാം ഉലുവയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഒരു ബൗളിലേക്ക് ഇത് ഇട്ടതിന് ശേഷം നന്നായി ക്ലീൻ ചെയ്ത് കഴുകിയെടുത്ത് നല്ല വെള്ളത്തിൽ നമുക്കിത് ഒരു ഓവർനൈറ്റ് ഫുള്ളായിട്ട് കുതിർത്തിയിടാം. 250 ml കപ്പിലാണ് ഞാൻ അളന്നിട്ട് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് ഒരു ഓവർനൈറ്റ് ഫുള്ളായി കുതിർത്തിയെടുക്കാം. ഇങ്ങനെ ഓവർനൈറ്റ് ഫുള്ളായി കുതിർന്ന് വന്ന നമ്മുടെ ഉലുവ ഈ വെള്ളത്തോടെ തന്നെ നമുക്ക് ഒരു കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുക്കറിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് ഒരു 8 വിസിൽ വരുന്നത് വരെ വേവിക്കാം. നന്നായി വെന്ത് വന്ന നമ്മുടെ ഉലുവ നമുക്ക് ഒരു ഉരുളിയിലേക്ക് മാറ്റി കൊടുക്കാം. 1.5 തേങ്ങ ചിരകി അതിൻ്റെ തേങ്ങാപ്പാലെടുത്ത് അതിൻ്റെ ആദ്യത്തെ പാൽ മാറ്റി വച്ചതിന് ശേഷം രണ്ടാം പാലാണ് ഞാൻ ഈ ഉലുവയിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഉലുവയ്ക്ക് മീതെ പാൽ നിൽക്കുന്ന വിധത്തിൽ നമുക്ക് ഇതിലേക്ക് രണ്ടാം പാൽ ഒഴിച്ച് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മണ്ണും കല്ലും ഒന്നുമില്ലാത്ത നല്ല ഫ്രഷായ ശർക്കര നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കിലോ ശർക്കരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 2-3 തവണകളായിട്ടാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നന്നായി നമ്മുടെ ശർക്കരയെല്ലാം നന്നായി ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഇത് ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഉലുവയും തേങ്ങാപ്പാലും ശർക്കരയും എല്ലാം കൂടി ചേർന്ന് നന്നായി ഒന്ന് വറ്റി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 ഏലക്കായ ചേർത്ത് കൊടുക്കാം. ഏലക്കായ തൊലി കളഞ്ഞ് കുരു മാത്രം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ശരീര സൗന്ദര്യത്തിന് ഏറ്റവും ഉത്തമമായ ഒന്നാണ് മഞ്ഞൾപ്പൊടി. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ പശുവിൻ നെയ്യ് ചേർത്ത് കൊടുക്കാം. വളരെ ടേസ്റ്റും രുചിയും വരുവാനാണ് ഇതിലേക്ക് നമുക്ക് പശുവിൻ നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായി വറ്റി വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. നന്നായി നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും നന്നായി മിക്സാക്കി കൊടുക്കാം. ഇതൊന്ന് വറ്റി വരാൻ കുറച്ച് ടൈം എടുക്കും. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി ഇത് വറ്റിച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഉലുവ ഒന്ന് പെട്ടെന്ന് ആയി കിട്ടാൻ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി കുറുക്കി കലക്കി ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഉലുവ ഇവിടെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. തിളയെല്ലാം വന്ന് ഇത് വറ്റിക്കൊണ്ടിരിക്കുകയാണ്. തീ കുറച്ച് വെച്ച് കയ്യുമ്മേൽക്ക് പൊട്ടാതെ ശ്രദ്ധിക്കണം. കണ്ടോ, എൻ്റെ ഉലുവ ലേഹ്യം ഇവിടെ റെഡിയായി കഴിഞ്ഞു. നിങ്ങൾ ഇത് തീർച്ചയായും ട്രൈ ചെയ്യണേ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ഒന്ന് ചെയ്യണേ.